ചൊവ്വയിലേക്ക് ഒരു പേടകത്തെ അയക്കുന്നത് പോലെ എളുപ്പമുള്ള ഒരു കാര്യമല്ല വീനസിലേക്ക് അയക്കുന്നത്. ദൂരത്തിൻ്റെ ഒന്നും കാര്യമല്ല, അവിടുത്തെ ആ പ്രതലം തന്നെയാണ്, അല്ലെങ്കിൽ അവിടുത്തെ അന്തരീക്ഷം തന്നെയാണ്. ഒരു നരകഗ്രഹമെന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്? അതേ കാര്യങ്ങൾ തന്നെയാണ് വീനസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് അവിടെ ഉള്ളത്. അതിനുപരിയായിട്ട് അവിടുത്തെ താപനിലയും വളരെയധികം കൂടുതലാണ്. ഒരു പേടകത്തെ അവിടേക്ക് അയക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ആ പേടകത്തെ അവിടെ അയച്ച് അവിടെ നിന്ന് ഡേറ്റ എടുക്കുക എന്ന് പറയുന്നത് എത്ര പ്രയാസമുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കും. അവിടേക്ക് പേടകത്തെ അയക്കുക, അവിടുത്തെ ഫോട്ടോ എടുക്കുക, അതിനുപരിയായിട്ട് അവിടുത്തെ ശബ്ദത്തെ റെക്കോർഡ് ചെയ്യുക, ആ ശബ്ദത്തെ അനലൈസ് ചെയ്ത് ശാസ്ത്രത്തെ തന്നെ ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകളിലേക്കൊക്കെ എത്തിച്ചേരുക. വെറും സ്വപ്നമെന്ന് പോലും തോന്നിപ്പിക്കാവുന്ന തരത്തിലുള്ള വലിയ നേട്ടം തന്നെയാണ് സോവിയറ്റ് യൂണിയൻ ആ കാലഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. 1981 വെറും 5 ദിവസത്തെ വ്യത്യാസത്തിലാണ് ഈ ഇരട്ട സ്പേസ് ക്രാഫ്റ്റുകളെ വിക്ഷേപിക്കുന്നത്. ആദ്യം വിക്ഷേപിക്കുന്നത് വെനീറ 13-നെയാണ്. 5 ദിവസങ്ങൾക്ക് ശേഷം വെനീറ 14-നെയും അവിടേക്ക് വിക്ഷേപിക്കുന്നുണ്ട്. ഒരു പരീക്ഷണം എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കുന്ന വിക്ഷേപണമായിരുന്നു. ശുക്രനിൽ അത്രയും ഉയർന്ന താപനിലയിൽ എങ്ങനെയാണ് ഈ സ്പേസ് ക്രാഫ്റ്റുകൾക്ക് നിലനിൽക്കാൻ സാധിക്കുന്നതെന്ന് പലരും ആ കാലഘട്ടത്തിൽ തന്നെ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിജയകരമായിട്ട് 2 സ്പേസ് ക്രാഫ്റ്റുകളും അവിടെ ലാൻഡ് ചെയ്തു. അവിടെ നിന്നും അതിമനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ എടുത്ത് നമുക്ക് അയച്ചു തരികയും ചെയ്തു. ആ ചിത്രമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കളർ ചിത്രങ്ങൾ തന്നെയാണ്, പനോരമിക് വ്യൂവിലുള്ള ചിത്രങ്ങൾ തന്നെയാണ്. ആദ്യമായിട്ട് പ്രതലം ചിത്രീകരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. പ്രതലം ചിത്രീകരിക്കുന്നതിന് ഉപരിയായിട്ട് അവിടെ കാണുന്ന ആ കറുത്ത മണ്ണിലേക്ക് ഡ്രില്ല് ചെയ്ത് അവിടുത്തെ മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയി പഠനങ്ങൾ നടത്താനും ആ ഡേറ്റയെ ഭൂമിയിലേക്ക് അയച്ചു തരാനും സാധ്യമായിരുന്നു. ഇതിനെല്ലാം പുറമെ വെനീറ 13-ലും 14-ലും ഒരു മൈക്രോഫോൺ കൂടി ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവിടെയുള്ള ശബ്ദത്തെ റെക്കോർഡ് ചെയ്യാൻ. നമ്മൾ മിക്ക ആളുകളും കേട്ടിട്ടുണ്ടായിരിക്കുക നമ്മുടെ ഭൂമിയിലുള്ള ശബ്ദങ്ങൾ മാത്രമാണ്. ഒരു 99% ആളുകളും, ഒരുപക്ഷെ അതിലും കൂടുതൽ ആളുകളും ഭൂമിക്ക് വെളിയിലുള്ള ഒരു ശബ്ദവും കേട്ടിട്ടുണ്ടായിരിക്കുകയില്ല. നിങ്ങൾക്ക് കേൾക്കണോ? ഈ വീഡിയോയിലൂടെ ആ ശബ്ദം കേൾപ്പിക്കാം. 40 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന നമ്മുടെ ഭൂമിക്ക് തൊട്ടരികിലുള്ള ഒരു ഹെൽ പ്ലാനറ്റ് അല്ലെങ്കിൽ ഒരു നരക ഗ്രഹത്തിലെ ശബ്ദം. ആ ശബ്ദം കേൾപ്പിക്കുകയാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു ഹെഡ്സെറ്റ് തന്നെ ഉപയോഗിച്ചിട്ട് അത് ആസ്വദിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഭൂമിക്ക് വെളിയിലുള്ള ഒരു ശബ്ദം, ആ ശബ്ദം ഈ ശബ്ദം തന്നെ ആയിരിക്കും. ശബ്ദം കേൾക്കുമ്പോൾ കണ്ണുകൾ അടയ്ക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ശബ്ദത്തിന് ഇടയിൽ ചില ഡിസ്റ്റർബൻസുകൾ വരുന്നുണ്ട്, അതായത് മറ്റ് ചില ശബ്ദങ്ങൾ കൂടി കയറി വരുന്നുണ്ട്. ആ ശബ്ദങ്ങളുടെ അർത്ഥം എന്താണെന്ന് കൂടി അടിയിൽ എഴുതി വെക്കുന്നുണ്ട്. ഞാനത് വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നില്ല, കാരണം അത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് കണ്ണുകൾ തുറന്ന് പൂർണ്ണമായിട്ടും അത് കാണാനും കേൾക്കാനുമായിട്ട് ശ്രമിക്കുക. അവിടെ സബ്ടൈറ്റിൽ പോലെ അവിടെ കേൾക്കുന്ന ശബ്ദങ്ങളുടെ പ്രത്യേകത, അതിൻ്റെ കാരണം എന്തൊക്കെയാണെന്ന് രേഖപ്പെടുത്തുന്നതുമാണ്. ഇനി ആ ശബ്ദം കേൾക്കാം.
ഇപ്പോൾ നിങ്ങൾ കേട്ടത് വെനീറ 14 നിന്നും ലഭ്യമായിട്ടുള്ള ശബ്ദമാണ്. വെനീറ 13 ഡേറ്റ ഇപ്പോൾ ഇന്റർനെറ്റിൽ അവൈലബിൾ അല്ല. ഇവിടെ നമ്മൾ കേട്ടത് വീനസിലെ കാറ്റിൻ്റെ ശബ്ദമാണ്. അതിനോടൊപ്പം തന്നെ ഒരു സ്റ്റാറ്റിക് നോയിസും ഉണ്ട്. പക്ഷേ വ്യക്തമായിട്ട് തന്നെ അവിടുത്തെ കാറ്റിൻ്റെ സഞ്ചാരം നമുക്ക് ഈ ശബ്ദത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനു പുറമെ ഈ ശബ്ദത്തെ അനലൈസ് ചെയ്ത് അവിടുത്തെ കാറ്റിൻ്റെ വേഗത മനസ്സിലാക്കാൻ പോലും സാധ്യമായിട്ടുണ്ട്. സെക്കൻഡിൽ 0.3 മുതൽ 0.5 മീറ്റർ വേഗതയിൽ മാത്രമാണ് ആവറേജ് ആയിട്ട് വീനസിലെ കാറ്റ് സഞ്ചരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചത് അതിനേക്കാളൊക്കെ ഭീകരമായിട്ടുള്ള ഒരു വേഗതയായിരുന്നു. കാരണം അത്രയധികം പ്രഷറിലുള്ള, അത്രയധികം താപനിലയുള്ള ഒരു ഗ്രഹമാണ്. അതിൻ്റെ പ്രതലത്ത് അതിഭീകരമായിട്ടുള്ള കാറ്റിൻ്റെ സഞ്ചാരം ഉണ്ടാകുമെന്ന് കരുതിയതാണ്, അതുണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കാറ്റിൻ്റെ സഞ്ചാരം ഉണ്ടാകുന്നില്ലെങ്കിൽ ആ വീനസിൻ്റെ പ്രതലത്തിൽ അടങ്ങിയിരിക്കുന്ന അവിടുത്തെ മലനിരകളുടെയും അവിടുത്തെ ടോപ്പോഗ്രഫികളുടെയും ഒക്കെ രൂപത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം കാറ്റിൻ്റെ സഞ്ചാരം കാരണം ഉണ്ടാകുന്ന ഇറോഷനാണ് പ്രധാനമായിട്ടും ഈ മലകളുടെയൊക്കെ രൂപത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നത്. നമ്മുടെ ഭൂമിയിലുള്ള ചില പ്രത്യേക ക്ലിഫുകളും മലകളുമൊക്കെ ഉണ്ട്. കാണാൻ നല്ല രസമാണ്. ആരെങ്കിലുമൊക്കെ കൊത്തിവെച്ച ഒരു രൂപമാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അതാരും കൊത്തിവെച്ചതല്ല, കാറ്റിൻ്റെ പ്രത്യേക തരത്തിലുള്ള സഞ്ചാരം കാരണം ഉണ്ടായതാണ്. മനുഷ്യർ സ്പേസിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നേടിയെടുത്തിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് മിഷനുകളുണ്ട്. വോയേജർ മിഷനൊക്കെ അതിൻ്റെ മികച്ച ഉദാഹരണമാണ്. ഏറ്റവും മികച്ച സ്പേസ് മിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്ക ആളുകളും പറയുക അപ്പോളോ എന്നോ ന്യൂ ഹൊറൈസൺ എന്നോ അല്ലെങ്കിൽ ജൂനോ എന്നോ കസീനി എന്നോ ഒക്കെ ആയിരിക്കും. അതുമല്ലെങ്കിൽ വോയേജർ എന്നായിരിക്കും. പക്ഷേ അതിനെല്ലാം ഉപരിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നത് 40 വർഷങ്ങൾക്ക് മുൻപ് നടപ്പിലാക്കിയിട്ടുള്ള വെനീറയുടെ ഈ മിഷൻ തന്നെയാണ് സ്പേസ് മിഷനുകളിൽ വെച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ ത്രസിപ്പിക്കുന്ന മിഷൻ. അപ്പോളോ മിഷന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം തന്നെ ഉണ്ട്, വോയേജറിനും ഉണ്ട്. പക്ഷേ വെനീറ 13ഉം 14ഉം അത് നമ്മുടെ ഹൃദയത്തോട് അല്പം കൂടി ചേർന്ന് നിൽക്കുന്ന മിഷൻ തന്നെയാണ്. ഒരിക്കലും സാധ്യമല്ല എന്ന് കരുതിയിരുന്ന ആ മിഷൻ 1 മണിക്കൂർ ആ നരകത്തിൽ ചെലവഴിച്ചതാണ്. വെറുതെ അവിടെ പോയി ചെലവഴിച്ചു എന്ന് മാത്രമല്ല, ആ 1 മണിക്കൂർ കൃത്യമായിട്ട് അത് അവിടെ പ്രവർത്തിച്ചതാണ്. അവിടെ നിന്നും ഡേറ്റകൾ നമ്മളിലേക്ക് അയച്ചു തരാനും ഇതിന് സാധ്യമായിട്ടുണ്ട്.